അങ്ങനെ ജാസ്മിന് താങ്ങും തണലുമായിട്ട് ഗബ്രി തിരിച്ചെത്തിയിരിക്കുകയാണ്. കെയറിങ് ഏട്ടായി എന്ന് പറയണോ, ബെസ്റ്റ് എന്ന് പറയണോ, കാമുകൻ എന്ന് പറയണോ എന്നൊന്നും അറിയില്ല. പ്രേക്ഷകർക്കെന്നല്ല, ജാസ്മിന് പോലും അറിയില്ല ആരാണ് ജാസ്മിൻ്റെ എന്ന്. അത് ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. താൻ പ്രണയം പിടിച്ചു വെച്ചിരിക്കുകയാണ്, ആ പ്രണയത്തിലേക്ക് എത്താതെ നോക്കുകയാണ് എന്നാണല്ലോ അവരുടെ ബന്ധത്തെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞത്. ഇന്ന് വരെ ഒരു പെൺകുട്ടിയും പറയാത്തൊരു ഡയലോഗാണത്. ഒന്നെങ്കിൽ എനിക്ക് അവനോട് പ്രണയമാണ്, അല്ലെങ്കിൽ പ്രണയമല്ല എന്ന് പറയും. ഇത് പ്രണയത്തിൽ എത്താതിരിക്കാൻ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ. അപ്പോൾ എന്താണെങ്കിലും ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഗബ്രി തിരിച്ചു വന്നു കഴിഞ്ഞ് ജാസ്മിനുമായിട്ട് ഒരു മുറി കയറി നിന്ന് മണിക്കൂറുകളോളം ചർച്ചയാണ്. കുറച്ച് ദിവസങ്ങൾ മാറി നിന്നപ്പോൾ എന്തോ വർഷങ്ങൾ, യുഗങ്ങൾ മാറി നിന്ന ഫീലാണ് രണ്ടുപേർക്കും. പറഞ്ഞു തീരാത്തത്ര കാര്യമുണ്ട്. അപ്പോൾ രശ്മിനും ജാസ്മിനും കൂടി ഉണ്ടായ ആ ഒരു പ്രശ്നവും, ജാസ്മിൻ്റെ തലയിൽ നിന്ന് ഹെൽമറ്റൊക്കെ അടിച്ച് തെറിപ്പിച്ച് താഴെ ഇട്ടത്, രശ്മിൻ അങ്ങനെ ചെയ്തതും, രശ്മിന് യെല്ലോ കാർഡ് ലാലേട്ടൻ കൊടുത്തതൊക്കെ പുറത്ത് നിന്ന് ഗബ്രി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗബ്രി അതിനെക്കുറിച്ചാണ് വന്നപ്പോൾ തന്നെ പറഞ്ഞത്. ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. അവൾക്ക് എന്നോട് അന്ത ഭയം ഇറുക്ക്, എന്നെ ഭയമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവൾക്കിട്ട് നല്ല കൊടുത്തേനെ എന്നുള്ള രീതിയിലൊക്കെ പറയാണ്. അപ്പോൾ ജാസ്മിനാണെങ്കിൽ അതങ്ങോട്ട് സുഖിക്കുന്നുണ്ട്. കെയറിങ് ഏട്ടായി ആണല്ലോ. അപ്പോൾ തലങ്ങണി എടുത്തൊക്കെ അങ്ങോട്ട് വലിച്ചു തന്നിട്ട് ചക്ക എന്നൊക്കെ പറയാണ് ജാസ്മിൻ.